കോൺഗ്രസിലെ മുഖ്യമന്ത്രി പോരാട്ടം കൂടുതൽ രൂക്ഷമാവുകയാണ്. തെരുവുകളിൽ ഇപ്പോൾ വി.ഡി. സതീശന്റെ ഫ്ലെക്സിൽ പോസ്റ്റർ ഒട്ടിച്ചാണ് ചില പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. കൂലിക്കെടുത്ത ആളിനെ കണ്ട് പേടിച്ചെന്ന് പറഞ്ഞേക്ക് എന്നാണ് ഈ പോസ്റ്ററുകളിലുള്ളത്. ഇതിന് പിന്നിൽ കെ.സി. വേണുഗോപാലിന്റെ അനുകൂലികളാണെന്ന് പറയപ്പെടും. അതേപോലെ കഴിഞ്ഞ ദിവസം കെ.സിയുടെ ഫ്ലെക്സുകൾ എതിർവിഭാഗം നശിപ്പിക്കുകയും ചെയ്തിരുന്നു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ സംബന്ധിച്ചുള്ള തർക്കം തെരുവിലേക്ക് നീങ്ങുന്നതിനിടയിൽ പരസ്യ പ്രകടനങ്ങൾ ഒഴിവാക്കണമെന്ന ആവശ്യവുമായി വി.ഡി. സതീശനും രംഗത്ത് വന്നിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വി.ഡി. സതീശൻ തന്റെ പ്രതികരണം അറിയിച്ചത്. 102 സീറ്റുമായി കോൺഗ്രസും യു.ഡി.എഫും ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് നേടിയത്. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള ആദ്യഘട്ട നടപടികൾ പൂർത്തിയായി എന്നും അദ്ദേഹം പറയുന്നു. രണ്ടാം ഘട്ട നടപടികളിലേക്ക് എ.ഐ.സി.സി കടക്കുന്ന ഈ സാഹചര്യത്തിൽ പാർട്ടിക്കും മുന്നണിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പ്രവർത്തകർ ചേരിതിരിഞ്ഞ് പ്രകടനങ്ങൾ നടത്തുന്നതും ഫ്ലെക്സുകൾ സ്ഥാപിക്കുന്നതും ഒഴിവാക്കണമെന്നും അത്തരം നടപടികളിൽ നിന്ന് പ്രവർത്തകർ പിന്മാറണമെന്നും അദ്ദേഹം ആ കുറിപ്പിൽ പറയുന്നു. ഇപ്പോൾ വി.ഡി. സതീശന്റെ മംഗലാപുരം യാത്രയെ രൂക്ഷമായി വിമർശിച്ചും ഫ്ലെക്സുകൾ വരുന്നുണ്ട്. കോഴിക്കോട് ഡി.സി.സി ഓഫീസിന് സമീപത്താണ് ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടത്. സതീശന് അദാനി ഗ്രൂപ്പുമായി രഹസ്യ ബന്ധം ആണോ എന്നാണ് ആ ഫ്ലെക്സിൽ ചോദിച്ചിരിക്കുന്നത്. കോഴിക്കോട്ടെ കോൺഗ്രസുകാർ എന്ന പേരിലാണ് ഈ ഫ്ലെക്സുകൾ ഉള്ളത്. അതേസമയം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ വി.ഡി. സതീശൻ അനുകൂലികൾക്കുള്ള മറുപടിയുമായി പുതിയ ഫ്ലെക്സുകളും ഉയർന്നിരിക്കുകയാണ്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ പുതുക്കിയാണ് ഫ്ലെക്സുകൾ ഉള്ളത്. ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് കഴിഞ്ഞ ദിവസം നശിപ്പിച്ചിരുന്നു. ഇതേ ഭാഗത്തായാണ് പുതിയ ഫ്ലെക്സുകൾ ഇപ്പോൾ വെച്ചിരിക്കുന്നത്. നിരവധി ചോദ്യങ്ങളാണ് വി.ഡി. സതീശനെതിരെ ചോദിച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിനെ തീവെട്ടിക്കൊള്ളക്കാരുടെ സംഘം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുധാകരനെ മാറ്റാൻ ദേശീയ നേതൃത്വത്തെ സമ്മർദ്ദപ്പെടുത്തിയത് ആര്? ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കാൻ കൂലിപ്പട്ടാളത്തിന് ഇറക്കി പ്രകടനം നയിച്ചത് ആര്? കൃത്രിമ ബുദ്ധിയാൽ പൊതുബോധം ഉണ്ടാക്കാം എന്നത് വ്യാമോഹം മാത്രം എന്ന തരത്തിലുള്ള വാചകങ്ങളൊക്കെയാണ് ആ ഫ്ലെക്സിലുള്ളത്. വോട്ടെണ്ണുന്നതിന് 2 ദിവസം മുമ്പ് പ്രത്യേക വിമാനത്തിൽ മംഗളൂരിലെത്തിയ വി.ഡി. സതീശൻ അദാനി ഗ്രൂപ്പുമായി ചർച്ച നടത്തിയതായാണ് റിപ്പോർട്ട്. അദാനി ഗ്രൂപ്പ് പ്രസിഡന്റ് കിഷോർ അൽവയുമായുള്ള സതീശന്റെ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ സ്വകാര്യ വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. മെയ് 1 നടന്ന രഹസ്യ കൂടിക്കാഴ്ചയുടെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സതീശന്റെ അദാനി എൻ.ഡി.എ കൂട്ടുകെട്ടും ചർച്ചയാകുന്നു. കോൺഗ്രസ് നേതൃത്വം അറിയാതെയുള്ള ഈ സന്ദർശനത്തിൽ കർണാടകയിലെ എൻ.ഡി.എ നേതാക്കളുമായും വി.ഡി. സതീശൻ ചർച്ച നടത്തിയിരുന്നു. ജെ.ഡി.എസ് നേതാവും മുൻ എം.എൽ.സിയുമായ ബി.എം. ഫറൂഖിന്റെ മംഗളൂരു ഉള്ളാളിലെ വീട്ടിലാണ് സതീശൻ രഹസ്യമായി എത്തിയത്. കൊച്ചിയിൽ നിന്നും മംഗലാപുരത്തേക്ക് സതീശൻ നടത്തിയ ചാർട്ടേഡ് വിമാനയാത്രയുടെ ചെലവ് വഹിച്ചത് അദാനി ഗ്രൂപ്പാണെന്നാണ് സൂചനകൾ. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി അദാനി ബി.ജെ.പി കൂട്ടുകെട്ടിനെതിരെ ശക്തമായി രംഗത്ത് വരുമ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്താൻ മത്സരിക്കുന്ന വി.ഡി. സതീശൻ അദാനിയുടെ വിമാനത്തിൽ പറക്കുകയാണ്. ഇവിടെ തുറന്നു കാണിക്കേണ്ടത് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണ്. സതീശനോടൊപ്പം വിമാനത്തിലുണ്ടായിരുന്നത് കെ. റജികുമാറാണ്. ഇയാളെ ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ മുൻപ് ചോദ്യം ചെയ്തിരുന്നു. ഇതോടെ സതീശന്റെ ക്രിമിനൽ ബന്ധങ്ങളിലേക്കും ചർച്ചകൾ വഴിമാറുകയാണ്. സതീശന്റെ യാത്രാ വിഷയത്തിൽ കർണാടക കോൺഗ്രസ് ഘടകം ഹൈക്കമാൻഡിന് പരാതി നൽകുകയും ചെയ്തു. നേരത്തെ സതീശന്റെ മംഗലാപുരം യാത്ര വിവാദമായതോടെ മൂകാംബിക ദർശനത്തിനായാണ് ചാർട്ടേഡ് വിമാനത്തിൽ പോയതെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളും സതീശൻ നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ചയും ചർച്ചകളും നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. അതോടെ സതീശന്റെ വാദങ്ങൾ പൊളിഞ്ഞു വീഴുകയാണ്. അദാനി പ്രതിനിധികളുമായുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പ്രതിപക്ഷ നേതാവ് ഉത്തരം നൽകാനാവാതെ വിഷമിക്കുകയാണ്.